കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി എന്ന കടലോര ഗ്രാമത്തിൽ നിന്നും വളർന്നു വന്ന ആപ്പിൾ തങ്കശ്ശേരി എന്ന ആൽബർട്ട് ആന്റണി കഴിഞ്ഞ 15 വർഷമായി ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന അദ്ദേഹത്തിൻ്റെതായി 850ഓളം മുഖചിത്രങ്ങൾ. വരും ദിനങ്ങളിൽ തന്നെ ലിങ്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ എത്താമെന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരൻ. ഇത് ആപ്പിൾ തങ്കശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൽബർട്ട് ആന്റണി. തങ്കശ്ശേരി എന്ന കടലോര പ്രദേശത്തു നിന്നും ചെറുപ്പം മുതലേയുള്ള ചിത്രകലാ ഭ്രമത്തോടെ വളർന്ന് ഇന്ന് അറിയപ്പെടുന്ന കലാകാരനായി മാറിയ ആപ്പിൾ. ചെറുപ്പത്തിൽ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, ബാലഭവനൊക്കെ ഉണ്ട് അതിന്. അപ്പം എൻ്റെ ഈ വരയ്ക്കുന്ന ടേസ്റ്റ് അറിഞ്ഞിട്ട് FCDP എന്ന പേര്, ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ അവരെന്നെ ബാലഭവനിൽ ഈ ബാലവേദിയിലൊക്കെ വിട്ടിട്ട് ഈ ചിത്രരചന ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ വരച്ചു, ചുവരിൽ മൊത്തവും വരയ്ക്കും വീട്ടിൽ. വള്ളത്തിൽ പോയിട്ട് അപ്പച്ചനൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും. പിന്നെ ചായ കുടിക്കാനും ഇതിനൊക്കെ പൈസ തരുമായിരുന്നു പിള്ളേർ, ദോശ കഴിക്കാനൊക്കെ. ആ പൈസ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പേപ്പറും ഈ പെൻസിലും ഒക്കെ മേടിക്കുന്നതാണ് എൻ്റെ ശീലം അതായിരുന്നു. പിന്നെ അപ്പച്ചൻ തന്നെയായിരുന്നു എന്നെ വളർത്തിയത്. കാരണം SSLC കഴിഞ്ഞപ്പോൾ ചോദിച്ചു എവിടെയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രോയിങ് തന്നെ പോകണം. അപ്പോഴേ തന്നെ ഈ സ്കൂൾ തലത്തിലൊക്കെ വെച്ച് തന്നെ നല്ല മത്സരത്തിനൊന്നും പോകത്തില്ല, പക്ഷേ എന്നാലും ടാർഗറ്റ് നല്ലപോലെ തന്നെ വരയ്ക്കുന്ന ഒരു പയ്യനായിരുന്നു. അങ്ങനെ പിന്നെ തുടർ പഠനം എന്ന് പറയുന്നത് KGT എക്സാമിനേഷന് 2 വർഷത്തെ ഡിപ്ലോമ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. 15 വർഷം മുൻപാണ് ആപ്പിൾ എന്ന ആൽബർട്ട് ബഹ്റൈനിലെത്തിയത്. വീടുകളിലും ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലുമെല്ലാം ചുമരെഴുത്തും പെയിന്റിങ്ങും പെൻസിൽ വരകളും എല്ലാം ചെയ്ത് ജീവിച്ചിരുന്ന പഴയകാലം പ്രിന്റിംഗ് ടെക്നോളജിക്കും ഫ്ലക്സ് ബോർഡുകൾക്കുമെല്ലാം വഴിമാറിയപ്പോൾ തന്റെ കലയും അവസാനിപ്പിച്ച് ജീവിത പ്രാരാബ്ദം മൂലം മറ്റ് ജോലിയിലേക്ക് വഴിമാറേണ്ടി വന്നു. വര തുടങ്ങുന്നത് ഈ അടുത്ത കാലത്താണ്. വര കമ്പനികളിന് മുമ്പ് ഫ്ലെക്സ് വരുന്നതിന് മുമ്പ് എഴുത്തുകളും വരകളും ഒക്കെ കൂടുതലുണ്ടായിരുന്നു. കാലം കടന്നുപോയി, കലയും അസ്തമിച്ചു എന്നിരിക്കെ ഈയടുത്ത് മാസങ്ങൾക്ക് മുൻപ് ഭാര്യ ജോണ ആൽബർട്ടിന്റെ മുഖം ഒരു നേരം പോക്കിനായി കയ്യിലുണ്ടായിരുന്ന പെൻസിൽ കൊണ്ട് പേപ്പറിൽ വരച്ചു. അത് ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്തു. ഒരു നിമിത്തമെന്നോണം ആ പോസ്റ്റ് കലയിലേക്കുള്ള ആപ്പിളിന്റെ തിരിച്ചുവരവായി. പോസ്റ്റിന് കീഴെ സുഹൃത്തുക്കളുടെ അഭിനന്ദനത്തോടൊപ്പം അഭ്യർത്ഥന കൂടി, ഞങ്ങളുടെ ചിത്രം കൂടി വരച്ചു തരാമോ. പിന്നെ ഈ മുഖചിത്രം വന്നത് കഴിഞ്ഞ വർഷം ജൂലൈ 3-ാം തീയതി എൻ്റെ റൂമിൽ പവർ കട്ടായിരുന്നു, കറണ്ട് പോയി. ആ സമയത്ത് ഈ പെട്ടി ഒതുക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഭാര്യയുടെ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ചീട്ട് കളിക്കാനൊന്നും അറിയില്ല. അപ്പം ബാച്ചിലേഴ്സ് റൂമാകുമ്പോൾ അവരിന്ന് ചീട്ട് കളിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പടം അങ്ങ് വരച്ചിട്ട് അന്നേരം ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ തുടർന്ന് വരുന്നുള്ളൂ. വൈഫിനെ വരച്ചത് അങ്ങ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴിങ്ങനെ ആവശ്യക്കാർ കൂടി. അഭ്യർത്ഥന മാനിച്ച് കുറച്ച് സുഹൃത്തുക്കളുടെ പ്രൊഫൈൽ പിക്ചറുകൾ വരച്ചു തുടങ്ങിയതോടെ അഭ്യർത്ഥനക്കാരും കൂടി. ഇന്നത് 850 ചിത്രങ്ങളിൽ എത്തി നിൽക്കുന്നു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരാശയമായിരുന്നു മുഖചിത്രം എന്നത്. പ്രവാസ ജീവിതത്തിലെ ജോലി തിരക്കിനിടയിൽ വരച്ചു തീർത്ത ചിത്രങ്ങൾ ലിംക ബുക്സ് ഓഫ് റെക്കോർഡിലേക്കും പോയി അവസാന റിസൾട്ടിനായി കാത്തിരിക്കുന്നു. അത് ലിംകയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ജൂൺ 30-ാം തീയതി ആയിരുന്നു അവരുടെ ലാസ്റ്റ് ഡേറ്റ്. ഒരു 475ഓളം ചിത്രങ്ങൾ ഞാൻ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. അപ്പോൾ അവരും എനിക്ക് പ്രതീക്ഷ തരുന്നുണ്ട്. അവർ എപ്പോഴും മെയിലൊക്കെ വരുന്നുണ്ട്, വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ ആദ്യമായിട്ടാണ്.
ഞാനാണ് ഇത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനൊരു കോമ്പറ്റീഷൻ ചെയ്യാം എന്നുള്ളത് എൻ്റെ നിന്നാണ് അവരറിയുന്നത്, ലിംകക്കാർ അറിയുന്നത്. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും, ലോകത്ത് മൊത്തത്തിൽ ഒന്ന് അന്വേഷിക്കണം. അന്ന് അവർ പറഞ്ഞ് 192 ഒരു ബ്രിട്ടീഷുകാരൻ വരച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇത്ര ക്ലാരിറ്റി ഇല്ല, വെറും പെണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ സ്കെച്ച് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര പെർഫെക്ഷൻ ഒന്നുമില്ല. പക്ഷേ എനിക്ക് അതാണ് വിശ്വാസം. ആപ്പിളിന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളിൽ മിക്കവരുടെയും പ്രൊഫൈൽ പിക്ചർ ആപ്പിൾ വരച്ച മുഖചിത്രമാണെന്നതാണ് ആശ്ചര്യം. ഇന്ത്യയിലെ നിരവധി സെലിബ്രിറ്റികളുടെ ചിത്രങ്ങളും ലോകത്തിലെ അറിയപ്പെടുന്ന മഹാന്മാരുടെയും മഹതികളുടെയും എല്ലാം ചിത്രങ്ങൾ ആപ്പിളിന്റെ വിരൽത്തുമ്പിലൂടെ പെൻസിൽ വരകളായി പിറന്നിട്ടുണ്ട്. പ്രമുഖരുടെ മുഖചിത്രങ്ങൾക്ക് കീഴെ അവരെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളോടെ ഒരു പുസ്തകം എന്നൊരാശയവും ഇപ്പോൾ ഈ കലാകാരനുണ്ട്. ആരെങ്കിലുമൊക്കെ ഉത്സാഹിക്കുകയാണെങ്കിൽ എനിക്ക് CMS എന്ന് പറഞ്ഞ ലൈബ്രറി സംഘടനകൾ ഉണ്ട്. ഞാൻ അതിൽ നിന്നാണ് വളർന്നു വന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട്, ഒരു പ്രദർശനം നടത്തണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതൊരു പുസ്തകമാക്കുക. കേരളത്തിൽ എഴുത്തുകാരന്മാരുടെയും കവികളുടെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ മുഖപുസ്തകം, ഒരു വ്യക്തിയെ വരച്ചിട്ട് അയാളെക്കുറിച്ച്, അയാളുടെ വീട് എവിടെയാണ്, ജോലി എന്താണ്, കുടുംബം, ഇങ്ങനെ ഒരു ചെറിയ ലയം വെച്ച് പ്രൊഫൈൽ പോലെ ഒരു ഇത്രയും എത്ര വരയ്ക്കുന്നു അത്രയും വെച്ചൊരു പുസ്തകം. അതിനുവേണ്ടി ഇങ്ങനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, അത് നോക്കും. വെറും 10 മിനിറ്റിനകം ഞങ്ങളുടെ ക്യാമറ ലെൻസിന് മുൻപിൽ വരച്ചു തീർത്ത ചിത്രമാണിത്. ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഈ കലാകാരന്റെ ദിനചര്യയുടെ ഭാഗമാണ്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഒന്ന്, ഉച്ചയ്ക്ക് ഭക്ഷണശേഷം ഒന്ന്, രാത്രി കിടക്കുന്നതിന് മുൻപ് ഒന്ന്. ഡോക്ടർ രോഗിക്ക് മരുന്ന് നൽകുന്നത് പോലെ. കറുത്ത വരകൾക്കിടയിൽ കളർ പെൻസിൽ കൊണ്ട് വരച്ചൊരു ചിത്രം ഭാര്യ ജോണ ആൽബർട്ടിൻ്റേത്. അതൊരു പിറന്നാൾ സമ്മാനമാണത്രേ. സെപ്റ്റംബർ 13 ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് 860 ചിത്രങ്ങൾ കഴിഞ്ഞല്ലോ, ഒരു കളർ ചിത്രം ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഓയിൽ പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ട് എല്ലാവരും, പക്ഷേ ഈ പെൻസിൽ കൊണ്ട് കളർ ചിത്രം ആരും കണ്ടിട്ടില്ല. എൻ്റെ ഈ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അപ്പം വിചാരിച്ച് ഒന്ന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെ വരയ്ക്കാമെന്ന് വെച്ചിട്ട് തുടർന്ന് വരച്ചാണ്. കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി എന്ന മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നിന്നും ഉയർന്നുവന്ന ഈ കലാകാരന്റെ വളർച്ചയിൽ അഭിമാനിക്കുന്നു ഭാര്യ ജോണ ആൽബർട്ട്, മക്കളായ ആഞ്ചലെ, എബി എന്നിവരും തങ്കശ്ശേരി ഗ്രാമക്കാരും, കൂടെ ബഹ്റൈനിലെ പ്രവാസി സുഹൃത്തുക്കളും.